പാല കയ്യാലക്കൽ ജോസഫ് അഗസ്തി എന്ന ആളാണ് കേരളത്തിലെ ആദ്യ ബസ് വാങ്ങിയത്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സഹോദരൻ ശ്രീ അഗസ്തി മത്തായി കയ്യാലക്കൽ നൽകിയ 1000 പൊൻപണം കൊണ്ട് 1910 ആണ് ആദ്യ ബസ് വാങ്ങിയത്. മീനച്ചിൽ മോട്ടോർ അസോസിയേഷൻ എന്നായിരുന്നു കമ്പനിയുടെ പേര്. ഫ്രാൻസിൽ നിന്നും കപ്പലിൽ കയറ്റിയാണ് ബസ് കൊണ്ടുവന്നത്. ഇന്നത്തെ പോലെ ടാർ ചെയ്ത റോഡൊന്നും അന്നില്ല. കുഴിയും കല്ലും നിറഞ്ഞ റോഡായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ പാലാ കോട്ടയം റൂട്ടിൽ 25 കിലോമീറ്റർ ദൂരം പിന്നിടാൻ 2.5 മണിക്കൂർ സമയം എടുക്കുമായിരുന്നു. ബസ്സിൻ്റെ സീറ്റുകൾ നിർമ്മിച്ചിരുന്നത് പലക കൊണ്ടായിരുന്നു. കൽക്കരിയായിരുന്നു ഇന്ധനം. കാൽചക്രമായിരുന്നു അന്ന് ബസ് കൂലി. 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം മുതൽ യൂറോപ്പിൽ ബസ് ഓടുന്നുണ്ടായിരുന്നു. പാലായും യൂറോപ്പും തമ്മിൽ കുരുമുളക് കച്ചവടം ഉണ്ടായിരുന്നു അന്ന്. യൂറോപ്പിൽ നിന്ന് ധാരാളം ആളുകൾ കുരുമുളക് വാങ്ങിക്കാൻ പാലായിൽ വരുമായിരുന്നു. അവരിൽ നിന്നാണ് ബസ്സിനെക്കുറിച്ച് ജോസഫ് അഗസ്തി മനസ്സിലാക്കുന്നത്. ഫ്രാൻസിൽ നിന്ന് ബസ് ഇവിടെ എത്തിക്കാൻ വലിയ തുക അദ്ദേഹം ചെലവാക്കി. കാളവണ്ടിയും കുതിരവണ്ടിയും മാത്രം ഓടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് കൂടി ബസ് ഓടുന്നത് കണ്ടപ്പോൾ പലരും അത്ഭുതപ്പെട്ടു. ദൂരെ നിന്ന് വരെ ബസ് കാണാൻ ആളുകൾ പാലായിലേക്ക് എത്തി. ലോകത്ത് ആദ്യമായി മോട്ടോറൈസ്ഡ് ബസ് ഓടിത്തുടങ്ങിയത് 1895 ജർമ്മനിയിലാണ്. 1927 അദ്ദേഹം പാലാ സെൻട്രൽ ബാങ്ക് സ്ഥാപിച്ചു. പണ്ട് ഇന്ത്യയിലെ ഷെഡ്യൂൾ ചെയ്ത 94 ബാങ്കുകളിൽ 17-ാം സ്ഥാനത്തായിരുന്നു പാലാ സെൻട്രൽ ബാങ്ക്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.